പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയോട് പോരാടി നിൽക്കാൻ പാകിസ്ഥാന് സാധിച്ചെന്ന് വരില്ല. അതിനാൽ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 1945 ഓഗസ്റ്റിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിരുന്നു. ഒരൊറ്റ അണുബോംബിന് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ആ സംശയത്തിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതാണ്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജനസംഖ്യാ സാന്ദ്രത കൂടുതലും തന്ത്രപരമായ പ്രാധാന്യവും കാരണം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ആണവായുധത്തിന്റെ ആദ്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടും. പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത കുറവ് വിദൂര പ്രദേശങ്ങളിലാണ്. എന്നാൽ ആണവായുധത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും റേഡിയോ ആക്റ്റീവ് അംശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങളെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ 25 കിലോ ടൺ ശേഷിയുള്ള ഒരു സ്ഫോടനം ഉണ്ടായാൽ 7 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആളുകളെ തൽക്ഷണം കൊല്ലപ്പെടും. 100 കിലോ ടൺ ശേഷിയുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു നഗരത്തിൽ മാത്രം 20 ലക്ഷത്തിലധികം ജീവനുകൾ നഷ്ടമാകും. 25 കിലോ ടൺ ശേഷിയുള്ള ഒരു ആണവ സ്ഫോടനം 1.6 കിലോമീറ്റർ ചുറ്റളവുള്ള സകലതും ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാരകമായ റേഡിയോ ആക്റ്റീവ് അംശങ്ങൾ 50 കിലോമീറ്ററോ അതിലധികമോ ദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളെ മലിനമാക്കുകയും ചെയ്യും. നേരിട്ട് ആക്രമണം നേരിടേണ്ടി വരില്ലെങ്കിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പല നഗരങ്ങളും അനുഭവിക്കേണ്ടി വരും. ആണവായുധ സ്ഫോടനം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റേഡിയേഷൻ, ഭക്ഷ്യക്ഷാമം, വൈദ്യുതി തടസ്സം, സാമ്പത്തിക തകർച്ച എന്നിവ രാജ്യവ്യാപകമായി അനുഭവപ്പെടും.